പക്ഷെ പലരും ഈ BJP കുടുംബങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറയുന്നത്. ഈ ഇവിടെ എന്താണ് തോന്നുന്നത് നിൽക്കുമ്പോൾ? അതെന്താ വെച്ചാൽ അവർ പറയുന്നത് അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസമില്ല, ഞങ്ങൾക്ക് പഠിക്കും. ഇത് മോദി എന്താ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന്, ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൽ എന്താ ഉള്ളത്, അതാണ് അവരുടെ മെയിൻ. അതുകൊണ്ടാണ് അവർ ഈ ഇപ്പോൾ പറഞ്ഞ പിടിയും, അതായത് അച്ഛനും അമ്മയും BJP ഒക്കെ ആയിട്ടുള്ളവരുടെ പിള്ളേർ പറയുന്നത് അച്ഛനും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഇല്ല, എഡ്യൂക്കേഷൻ പരമായിട്ട് ഒന്നും ഇല്ലാത്തവരാണ്, ഞങ്ങൾ പറഞ്ഞാൽ ഉൾക്കൊള്ളൂല. പക്ഷെ അങ്ങനെയുള്ള പിള്ളേരെ കയ്യും കാലുമാണ് ഇന്നലെ പോലീസ് അടിച്ച് ഇട്ടത് എന്നുള്ളത്. എവിടുന്നാണ്? മലപ്പുറം. പേര്? ഫാസിൽ. ഫാസിലൂടെ വന്നിട്ട് ഈ തരത്തിലുള്ള ഈ പോലീസിൻ്റെ അട്രോസിറ്റികൾ, ആക്രമണങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലരും ഈ BJP കുടുംബങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറയുന്നത്. ഈ ഇവിടെ എന്താണ് തോന്നുന്നത് നിൽക്കുമ്പോൾ? അതെന്താ വെച്ചാൽ അവർ പറയുന്നത് അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസമില്ല, ഞങ്ങൾക്ക് പഠിക്കും. ഇത് മോദി എന്താ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന്, ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൽ എന്താ ഉള്ളത്, അതാണ് അവരുടെ മെയിൻ. അതുകൊണ്ടാണ് അവർ ഈ ഇപ്പോൾ പറഞ്ഞ പിടിയും, അതായത് അച്ഛനും അമ്മയും BJP ഒക്കെ ആയിട്ടുള്ളവരുടെ പിള്ളേർ പറയുന്നത് അച്ഛനും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഇല്ല, എഡ്യൂക്കേഷൻ പരമായിട്ട് ഒന്നും ഇല്ലാത്തവരാണ്, ഞങ്ങൾ പറഞ്ഞാൽ ഉൾക്കൊള്ളൂല. പക്ഷെ അങ്ങനെയുള്ള പിള്ളേരെ കയ്യും കാലുമാണ് ഇന്നലെ പോലീസ് അടിച്ച് ഇട്ടത് എന്നുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാനും ക്യാമറാമാൻ അമൽ ജോണുമായിട്ടിരിക്കുമ്പോൾ കുറഞ്ഞതൊരു 10 പേരെങ്കിലും വന്ന് ആഹാരം വേണോ എന്നുള്ളൊരു കാര്യം ചോദിച്ചിരുന്നു. സൗത്ത് ഇന്ത്യക്കാർക്ക് ദോശയാണെങ്കിൽ അല്ലെങ്കിൽ ബിരിയാണി, എങ്ങനെയാണ് ഈ ഫുഡ് എത്തിക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നത്? ഇന്നലെ രാത്രി പറഞ്ഞ് ED ചോദിച്ചെന്ന് പറഞ്ഞു, തമാശക്കായിരിക്കും ഒരു, പക്ഷേ എവിടുന്നാണ് നിങ്ങൾക്ക് ഇത്രയും പൈസ കിട്ടുന്നത്? സംഭവം എന്താണെന്ന് വെച്ചാൽ പൈസ കിട്ടുന്നില്ല, ഇത് നമ്മുടെ അഭിജിത്ത് ബ്രോയും അവരുടെ സംഘവും ചെയ്യുന്നൊരു യൂണിറ്റ് ആണ്. ഫുഡ് ആവശ്യമുള്ളവർ അവർ സഹായിക്കണമെന്ന് ആവശ്യമുള്ളവർ ഒന്നെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് തരും, അല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഹോട്ടലുകളിൽ ഈ അഡ്രസ്സിൽ ഡെലിവറി ചെയ്ത് അവർ പൈസ കൊടുക്കും, ഡെലിവറി ബോയ് അത് ഇവിടെ എത്തിക്കും. ഇന്നലെയൊക്കെ പറഞ്ഞു ഫുഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഭക്ഷണം ബാക്കിയാണ്, പറഞ്ഞു സന്തോഷമാണ്. ബിരിയാണിയൊക്കെ ഒരു 200-300 പാക്കറ്റ് ബിരിയാണി ബാലൻസ് ഉണ്ട്. അതുപോലെ ഇവിടുത്തെ വൈറ്റ് റൈസ് അതുണ്ട് 150ഓളം. പിന്നെ സാൻഡ്വിച്ച്, ബർഗർ, പിസ്സ, ഇത് ഡൊമിനോസ് പിസ്സ അതൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഒരു ആഹാരത്തിനൊരു കുറവുമില്ല. ഒരു BJPക്കെതിരായിട്ടുള്ള ഒരു ഫെസ്റ്റിവലായി കൂടി ഇത് മാറിയിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ CJP പ്രവർത്തകർ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് എത്ര കണ്ട് അടിച്ചൊതുക്കാൻ ശ്രമിച്ചാൽ പോലും ഇത് കൂടുതൽ ആളുകൾ ഇപ്പോൾ ജന്തർ മന്ദിറിലേക്ക് ഒഴുകി വരുന്നൊരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്.